അല്ല, സാമുദായിക സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അതിനോട് ചിലപ്പോൾ യോജിക്കാൻ കഴിയും, ചിലപ്പോൾ യോജിക്കാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ പാർട്ടി തുടക്കം മുതലെടുത്ത ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. മുഖ്യമന്ത്രി പരസ്യമായി, ഞാനിപ്പോഴും ഓർക്കുന്നത്, 2019 ജനുവരി മാസം 2-ാം തീയതി മന്നൻ ജയന്തി ദിവസമാണ് 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിലെത്തിച്ചു. ആ വിവരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കി. അത് 2019 ജനുവരി മാസം 2-ാം തീയതി. ഇങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നടയടച്ച് പരിഹാരക്രിയ ചെയ്ത തന്ത്രിക്ക് അന്ന് NSS ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ ആ തന്ത്രിയെ വ്യക്തിപരമായി കണ്ഠര് മഹേശ്വരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഒരുപാട് അസഭ്യവചനങ്ങൾ അദ്ദേഹത്തിനെതിരെ ചൊരിയുകയും ചെയ്തു, മന്ത്രിമാർ ഉൾപ്പെടെ. ഏതായാലും പിന്നീട് സുപ്രീം കോടതി വീണ്ടും കൂടുതൽ വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം പ്രശ്നം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് അവർ നടത്തിയ ഒരു പ്രവൃത്തിയെയും ആർക്കും വെള്ളപൂശാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, അത് തെറ്റാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ സംഗമത്തിൽ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടായി? ഇതുവരെ ശബരിമലയിലുണ്ടായിരുന്ന വികസനത്തിന് തടസ്സമായ ഏതെങ്കിലും ഘടകങ്ങൾ നീക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ചർച്ചയിൽ? 4000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് 630ഓളം പ്രതിനിധികൾ മാത്രമാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആ സംഗമം പരാജയമാണ്. മാത്രമല്ല, ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. കാരണം 9 വർഷമായിട്ട് കേരളത്തിലും 11 വർഷമായിട്ട് കേന്ദ്രത്തിലും ഞങ്ങൾ അധികാരത്തിലില്ല. പിന്നെ ഞങ്ങൾ ഇതിലെന്ത് വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല? മാത്രമല്ല, ശബരിമലയിലെ ഈ വിഷയമുണ്ടായപ്പോൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനം എടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അന്ന് വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നയിച്ച ജാഥകൾ, അതിൽ 3 പദയാത്രകൾ 1 നയിച്ച ഒരാൾ ഞാനാണ്. അന്ന് ഞങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ, NSS നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ നടത്തിയ കേസുകൾ, ഇതൊന്നും പിൻവലിക്കാൻ തയ്യാറാവാത്ത സർക്കാർ എന്ത് മാറ്റമാണ് അവരുടെ നയത്തിൽ വരുത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതിൻ്റെ വരും വരായികൾ എന്താണെങ്കിലും ശരി, ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. അപ്പോൾ ഇത് സമുദായ സംഘടനകൾക്ക് മനസ്സിലാകാത്തതാണോ, അതല്ലെങ്കിൽ ഇത് ബോധ്യമുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഒരു സമുദായ സംഘടന അനുകൂലിച്ചും പ്രതികൂലിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് എടുക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഞങ്ങളില്ല. പക്ഷേ ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തില്ല. അല്ല, ഞങ്ങൾ എല്ലാ നേതാക്കളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തുന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും സമുദായ അംഗങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ്, അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഞങ്ങൾ ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിൽ ജനം വിധി എഴുതട്ടെ. ഞങ്ങളത് പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഞങ്ങളുടെ നയം ശരിയോ തെറ്റോ എന്നുള്ള ജനം തീരുമാനിക്കട്ടെ.
പക്ഷേ ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരു നയമാണ്. ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അധികാരത്തില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ഭക്തജനങ്ങളുടെ കാര്യത്തിൽ, അതിപ്പോൾ ഏത് മതത്തിൻ്റെ ആണെങ്കിലും വിശ്വാസികളോടൊപ്പം കോൺഗ്രസ് എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട്.